ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഡ്രീം വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് ഒരു വെറൈറ്റി സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരിയരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇത് കുതിർത്ത് വെച്ച നേരിയരി, ഇത് തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, ഉപ്പ്, ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും മല്ലിയിലും, ഇത് ബീഫ് മസാല. ബീഫ് മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചിക്കൻ മസാല ആയാലും പ്രശ്നമില്ല. അപ്പോൾ ഞാനൊരു ജാറിലോട്ടേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. അതിലേക്ക് ചേർക്കേണ്ട തേങ്ങാപ്പാലാണ്. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരച്ചെടുത്ത അരിയാണിത്. നല്ല കട്ടിയുള്ള ബാറ്ററാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി അതിലോട്ടേക്ക് ആഡ് ചെയ്യാം. നല്ല ലൂസാക്കി അതെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു മോൾഡാണ്. ഇതാണ് ഞാൻ ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലത്തെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഡ്ഡലിത്തട്ടിലും ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ മോൾഡിലെല്ലാം എണ്ണ തടവി കൊടുക്കാം. വേഗം ഇളകി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എണ്ണ തടവി കൊടുക്കുന്നത്. ബാക്കിയുള്ള മോൾഡിലെല്ലാം എണ്ണ തടവി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ആ മോഡിലോട്ടേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ കുറച്ചായി എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫ് മസാല കുറച്ചായി ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മുടെ ബാറ്റർ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ അപ്പച്ചമ്പിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ അടുപ്പിൽ അപ്പച്ചമ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഓരോന്നായി ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറക്കാം. അപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. നല്ലോണം തണിഞ്ഞതിന് ശേഷം നമുക്കത് അടർത്തിയെടുക്കാം. അപ്പോൾ ചെറിയ ഒരു കത്തി വെച്ച് നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് എടുക്കാം.
അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്നാക്സ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, അസ്സലാമു അലൈക്കും.